ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. ഭൂട്ടാൻ ക്യാപിറ്റൽ ഉണ്ടല്ലോ, തിമ്പുവിൽ നിന്ന് ഇന്ത്യയുടെ ബോർഡറിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ കംപ്ലീറ്റ് കോട ഇറങ്ങിക്കാണ്. പിന്നെ പോകുന്ന ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇതാണ് വെള്ളച്ചാട്ടം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഭൂട്ടാൻ്റെ തലസ്ഥാനമായ ടിംബുവിൽ നിന്ന് ഇന്ത്യയുടെ ബോർഡറിലേക്ക് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:45. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാൻ്റെ തലസ്ഥാനമായ ടിംബുവിൽ. ഭൂട്ടാൻ്റെ ഏറ്റവും വലിയ സ്ഥലമാണ് ടിംബു. ഇവിടുന്ന് നമ്മൾ ബോർഡറിലേക്ക് പോകണം. ഇനി നേരെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പിടിക്കുകയാണ്. ഫുണ്ട് ഷോലിംഗ് എന്ന് പറയും. ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൻ്റെ അങ്ങോട്ടേക്ക്, ഈ ഭൂട്ടാൻ്റെ സ്ഥലത്തേക്ക്. അത് ഇവിടുത്തെ ഒരു പ്രധാന പട്ടണം, ഭൂട്ടാനിലെ വലിയ പ്രധാന പട്ടണമാണ്. പിന്നെ ഈ ടിംബു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ഈ ഫുണ്ട് ഷോലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചൗക്ക ജില്ല ഉണ്ട്. ചൗക്ക ജില്ലേൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ ഫുണ്ട് ഷോലിംഗ് എന്നുള്ളത്. അവിടുത്തെ ജനസംഖ്യ 20,000 ആളുകളാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പൊരു ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, പെർമിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഫുഡ് ഷോലിങ്ങിലേക്ക് വന്നിട്ട് ആ ഒരു ഭാഗം കണ്ടുപോകുന്നതിന് നമുക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് ഫ്രീ ആണ്. ഭൂട്ടാൻ ഗവൺമെൻറ് അവിടേക്ക് പിന്നെ പെർമിറ്റ് ആവശ്യമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് ദൂരത്തേക്ക് തലസ്ഥാനത്തേക്കും പാറൂർക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് പെർമിറ്റിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ടിംബുവിൻ്റെ ടൗൺ വിട്ട് നമ്മുടെ ഈ ചുരം ഭാഗത്തേക്ക് എത്തിക്കുന്നത്. ഇനി ഇങ്ങനെയായിട്ട് ഇറക്കായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഈ കോട ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നേരത്തെ തന്നെ ഇറങ്ങുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോട ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡൊന്നും കാണാതാവും. പിന്നെ ബോർഡറിൽ എത്തണം നമുക്ക്. ബോർഡറിൽ ജയ്ഗോണാണല്ലോ ഇന്ത്യൻ്റെ ബോർഡർ. ഇന്ത്യൻ്റെ ബോർഡറിൻ്റെ ആ ഭാഗത്തേക്ക് ജയ്ഗോൺ എന്ന് പറയും. പിന്നെ ഈ ഭൂട്ടാൻ്റെ അങ്ങോട്ടേക്ക് ഫുഡ് ഷോലിംഗ് എന്ന് പറയും, ഫുഡ് ഷോലിംഗ്. അപ്പോൾ അവിടേക്ക് എത്തണം. പിന്നെ അവിടുന്ന് ബോർഡർ കടന്നിട്ട് പിന്നെ സിരിഗുരി അവിടേക്ക് എത്തണം. അങ്ങനെ കൽക്കട്ട എത്തണം. അങ്ങനെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പുറപ്പെട്ടാൽ തന്നെ ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള, ഇരുട്ടാകുമ്പോഴത്തേക്കുള്ള അവിടെ എത്തുള്ളൂ. ഒരു 6 മണിയൊക്കെ ആവും അവിടെ എത്തുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു. ടിംബുവിൽ നിന്ന് ഫുഡ് ഷോലിംഗ് നമ്മുടെ അതിർത്തിയിലേക്ക് ഏകദേശം ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ എടുക്കുന്നു നമ്മുടെ ഡ്രൈവറൊക്കെ കണക്ക് പ്രകാരം. പിന്നെ വഴിയിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിർത്തണം. പിന്നെ കാലാവസ്ഥ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ചുരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. നമ്മുടെ കാശ്മീരിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ളൊരു വഴിയുണ്ട്. ആ ഒരു ഫീലിംഗാണ് ഉള്ളത് ഇവിടെ. കുറേ താഴത്ത് കൊല്ലികളൊക്കെ ആയിട്ട് ഒരു ഭാഗം മലകൾ, അങ്ങനെ ഇറങ്ങിപ്പോൾ അധികം ട്രാഫിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണുക.
ഇത് ഇന്ത്യയുടെ അതിർത്തി ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാന്റെ ടൗൺ ക്യാപിറ്റലായ തിമ്പൂരിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലുള്ള നല്ലൊരു വെള്ളച്ചാട്ടം കാണാം. During summer, the size of the waterfall will increase. ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിൽ നിന്ന് ഇന്ത്യയുടെ ബോർഡറിലേക്ക് പോകുന്നു. നമ്മുടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന അതേ ഒരു ലുക്കാണ് ഈ ഒരു കംപ്ലീറ്റ് ചുരം ഇറങ്ങി വരണം. അപ്പോൾ ആ ഒരു വ്യൂ ആണിത്. പിന്നെ നല്ലോണം കോട ഇറങ്ങിയ സമയമാണ് ഇപ്പോൾ. നല്ല കൊല്ലി സംഭവമാണ്. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭൂട്ടാനിക്ക് വരാൻ പിന്നെ പല മാർഗങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ കൂടിയും ഭൂട്ടാനിക്ക് വരാം. ഇതൊരു നദി ഒഴുകാണ്. അത്യാവശ്യം നല്ല ഇതുണ്ട്. നമ്മുടെ കാശ്മീരിലെ ജമ്മുവിലത്തെ അതേ രീതി തന്നെയാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തു നിന്ന് പാറക്കല്ലുകളൊക്കെ വീണ് താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ റോഡ് ബ്ലോക്കാവും. അതുകൊണ്ടൊക്കെയാണ് നേരത്തെ വരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്ക് നമ്മുടെ കേരളക്കാർക്ക് ഭൂട്ടാനിക്ക് വരാനുള്ള ഏറ്റവും എളുപ്പമാർഗം കൽക്കട്ടയിൽ വന്നിട്ട് സിലിഗുരിയിൽ വന്നിട്ട് ഈ ജയ്ഗോണിൽ വന്നിട്ട് ഈ ഫുൻഷോലിംഗ് ഈ ബോർഡർ ഉണ്ട്. ഈ ഫുൻഷോലിംഗ് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് വരികയാണ് നല്ലത്. അവിടുന്ന് പിന്നെ ക്യാപിറ്റലിലേക്ക് കടക്കുകയാണ് ഏറ്റവും ഉത്തമം തിമ്പൂർക്ക് വരാൻ. പിന്നെ അതല്ലെങ്കിൽ പിന്നെ കൽക്കട്ടയിലെത്തിയിട്ട് കൽക്കട്ടയിൽ നിന്ന് പിന്നെ പാറോൽക്ക് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മുടെ ഡേഞ്ചറസ് എയർപോർട്ട് ഉണ്ടല്ലോ, അത് കുറേ മുമ്പ് തന്നെ ബുക്ക് ചെയ്യണം. അങ്ങനെ വരാം. പിന്നെ ഫ്ലൈറ്റിന് വരേണ്ടവർക്ക് കൽക്കട്ടൻ്റെ അടുത്ത് ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ടുണ്ട് സിലിഗുരിയിൽ. അത് ആ എയർപോർട്ടിൽ വരികയാണെങ്കിൽ അവിടുന്നും അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വാഹനത്തിൽ ബോർഡർ കടന്നിട്ട് അങ്ങനെ നമ്മുടെ ഈ ഭൂട്ടാനിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്കുള്ള ഏറ്റവും എളുപ്പ വഴിയും ഷോർട്ടും അത് തന്നെയാണുള്ളത്. ആ ഒരു വഴിക്ക് വരിക നല്ലത്. അത്യാവശ്യം നല്ല കോട ഉണ്ട്, കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട. പക്ഷേ വാഹനം ഓട്ടുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് വരുന്ന വണ്ടികൾ കാണൂല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:15. ഇതൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം വേറെയും കുറേ യാത്രക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ. നല്ല കോട ഇറങ്ങിയിട്ട് കുറഞ്ഞ വീതിയുള്ളൂ ഈ ഹൈവേക്കൊക്കെ ഉണ്ടല്ലേ. ഹൈവേനോട് ചാരിയിട്ട് തന്നെയാണ് ഉള്ളത്. ഇതാണ് ആ കട. ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഞാൻ ചോറ് കഴിക്കുന്നില്ല, വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരു ജ്യൂസും കുടിക്കണം എന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പരിസരം അതൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇതാണ് കോട ഉണ്ടല്ലോ, നല്ല കോട ഉണ്ട്. അടിപൊളി അയക്കുന്നു, സൂപ്പർ അയക്കുന്നു. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. ഇവിടെ മദ്യക്കുപ്പിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് അത്ര വലിയ ഹോട്ടലൊന്നുമല്ല, ചെറുമട്ടത്തിൽ നെയ്റോസ്റ്റൊക്കെ കാണുന്നുണ്ട്. നെയ്റോസ്റ്റിന് 90 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതതിൻ്റെ സൈഡ് ഭാഗത്തുള്ളൊരു വ്യൂ ആണ്. ഹോട്ടലിൻ്റെ സൈഡാണ്. ബാക്കിലൊക്കെ ഒന്നായിട്ട് കൊല്ലിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടമാനം കോട ഇറങ്ങിയത്. ഇവിടെ ഒന്നും ആൾതാമസമില്ലാത്തൊരു ഏരിയ ആണ്. എന്നിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും പിന്നെയും താഴേക്ക് ഒരു ഫ്ലോറുണ്ട്. ആ ഫ്ലോറിലാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. അവിടെയാണ് ടോയ്ലറ്റൊക്കെ ഈ താഴെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളത്. ഇത് ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ടേബിളൊക്കെ ഇട്ടുണ്ടല്ലേ. ഈ ബാക്ക് സൈഡാണ് ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് ഒന്നായിട്ട് ഇങ്ങോട്ട് കൊല്ലിയാണ്. ഈ ഹോട്ടലിൻ്റെ ബാക്കിലുള്ള ബാൽക്കണിയിൽ ഭക്ഷണം കഴിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചാണ്ടല്ലേ. അതിൻ്റെ ബാക്കിലാണ് ഒഴിഞ്ഞ പറമ്പ്. ഇവിടെ കോട, ഇവിടെ അങ്ങനെ കൊല്ലിയാണ്. ഇതാണ് എൻ്റെ ഭൂട്ടാനിൽ യാത്ര ചെയ്യാനുള്ളൊരു വണ്ടി.
അത് നമ്മൾ ഒരു ദിവസത്തിന് റെന്റിന് എടുക്കുന്നതാണ്. ഇത് ഇലക്ട്രിക്കാണ് വണ്ടി ഉള്ളത്. പിന്നെ നമുക്കൊരു ഗൈഡും വേണം എപ്പോഴും. ഒരു ഗൈഡും, അതായത് ക്യാപിറ്റലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമുക്കൊരു ഗൈഡ് വേണം. പിന്നെ നമ്മൾ ഡെയിലി 1200 രൂപ പിന്നെ ഇവിടുത്തെ പെർമിറ്റിന് ഉണ്ടാക്കണം. എത്ര ദിവസമാണ് നമ്മൾ നിൽക്കുന്നത് അത് 1200 മൾട്ടിപ്ലൈ അത്രയും ദിവസം. പിന്നെ ഗൈഡിന് നമ്മൾ ഒരു ദിവസത്തിന് 3000 രൂപ കൊടുക്കണം. 3000 to 3500 വരെ ഒരു ദിവസത്തിന് കൊടുക്കണം. പിന്നെ വണ്ടി വാടക നമ്മുടെ സീറ്റിനനുസരിച്ചിട്ടാണ്. ഈ വണ്ടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വാടക ഒരു ദിവസത്തിന് 400 വെച്ചിട്ടാണ് ഒരു ദിവസത്തിന് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും പറയും ഭൂട്ടാനിലേക്ക് വരാൻ വലിയ ചിലവൊന്നുമില്ല, വിസ വേണ്ട. പക്ഷെ വിസ വേണ്ട എന്നുള്ള ഒന്നും, പക്ഷേ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചിലവുകളാണ്. ഓരോ എൻട്രി ഫീകൾ 1000. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി ഇവർ സ്വീകരിക്കും. നമ്മളൊരു 800 രൂപക്ക് ഭൂട്ടാൻ്റെ 800 രൂപക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 200 ഭൂട്ടാൻ മണി തിരിച്ചു തരും. അങ്ങനെയാണ്. അത് ഇന്ത്യൻ മണി അവിടെ അലൗഡ് ആണ്. അതായത് നമ്മൾ ഭൂട്ടാൻ്റെ എമൗണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ ഭൂട്ടാൻ്റെ ക്യാഷ് മാറിയിട്ട് നമ്മൾ പോകണമെന്നില്ല. ഇന്ത്യൻ മണി അവിടെ ഷൂട്ടാവും. ഈ വണ്ടിക്ക് 400 അല്ല 4000 രൂപയാണ് ഒരു ദിവസത്തെ നമ്മൾ കൊടുക്കുന്ന വാടക. പിന്നെ സീറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പിന്നെ അത് റേറ്റ് കൂടുകയും ചെയ്യും വാടക. പിന്നെ ഇന്ത്യൻ്റെ ബോർഡർ കഴിഞ്ഞ ഉടനെ തന്നെ ഭൂട്ടാനിൽ എത്തിക്കഴിഞ്ഞാൽ ഭൂട്ടാനിൽ ആ ക്യാപിറ്റൽ എത്തുന്നതിൻ്റെ കുറച്ച് ആ ഏരിയ മാത്രം നമ്മൾ കറങ്ങിപ്പോരാ. പക്ഷേ അതിന് എൻട്രി ഫീയോ ഗൈഡോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നടക്കേണ്ട റൂട്ടോ ഓട്ടോക്ക് പോകുന്ന. പിന്നെ കംപ്ലീറ്റ് ചുരങ്ങളാണ്. ചുരം കയറിയിട്ട് വേണം പാറോൽക്കും പിന്നെ ക്യാപിറ്റലിലേക്കും ഒക്കെ എത്തേണ്ടത്. അപ്പോൾ നമ്മളുടെ വണ്ടി പുറപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തുന്നതാണ്. ഞങ്ങളങ്ങനെ കാര്യമായിട്ട് കഴിച്ചില്ല. ഞാൻ കുറച്ച് ജ്യൂസും കുറച്ച് ഒരു ചെറിയ സ്നാക്കായിട്ട് അങ്ങനെ കഴിച്ചാണ്. അത്യാവശ്യം നല്ല കോടുണ്ട്. നല്ല കോട പറഞ്ഞാൽ നല്ല കോടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നേരത്തെ പറഞ്ഞില്ലേ, കോട ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചെറുതായിട്ട് മഴ പെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ മഴ പെയ്താൽ ആകെ പ്രശ്നമാണ്. ചെറിയൊരു മഴ ചാറുന്നുണ്ട്. ഞാൻ എത്താനാകുമ്പോഴത്തേക്ക് മഴ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡ്രൈവർ വൈപ്പറൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഭൂട്ടാനിലെല്ലാവരും ഒന്ന് വരിക. എന്നിട്ട് ഭൂട്ടാനൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഭൂട്ടാനൊക്കെ കണ്ടുപോകും. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ മതി. 3 ദിവസം ധാരാളമാണ്, അധികമൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ ചെക്ക് പോയിൻ്റ്. നമ്മുടെ പേപ്പർ നോക്കും, പാസ്പോർട്ട് നോക്കും. അപ്പോൾ അത് ചെക്ക് പോയിന്റിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടി യാത്ര അയക്കുന്നത്. നല്ല കോടുണ്ട്, പുറത്തുണ്ടല്ലേ. ഇതാണ് ഫുൺ ഷോലിംഗ്, അതായത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ഭൂട്ടാൻ്റെ സ്ഥലം, ബോർഡറിൻ്റെ സ്ഥലമാണിത്. ഇനി ഇവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ. ഇതിലാണ് ഇന്ത്യയിൽ നിന്ന് വാഹനം കിടക്കുക. തിരിച്ച് അങ്ങോട്ട് പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടുന്ന് നേരെ ഭൂട്ടാനിലേക്ക് അങ്ങോട്ട്, ഇത് നേരെ ഇന്ത്യയിലേക്ക് അങ്ങോട്ടേക്ക്. ഇതിലെങ്ങനെ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് പിന്നെ ഇവിടുന്ന് അങ്ങനെ നേരെ അങ്ങോട്ട് ഭൂട്ടാനിലേക്ക് പോവുക. അപ്പോൾ ഇനി നമ്മളെ ഗൈഡ് നമ്മുടെ എമിഗ്രേഷൻ്റെ ഓഫീസിൽ കയറിയിട്ട് മൂപ്പര് പേപ്പർ ശരിയാക്കി തരാറുണ്ട്. ഇവിടെ എമിഗ്രേഷൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. ഈ പെഡസ്ട്രിയൻ ടെർമിനൽ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇനി ഇതിലേക്കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടെ നമ്മളെ പാസ്പോർട്ട് കാണിച്ചിട്ട് നമ്മുടെ ആ പേജിൽ എക്സിറ്റ് അടിക്കണം. പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ഭൂട്ടാൻ ഗവൺമെൻറ് തന്നിട്ടുള്ള ആ A4 പേപ്പറിൽ സീലടിച്ചിട്ട് അങ്ങോട്ട് കടക്കണം. അപ്പോൾ ഞാൻ ഭൂട്ടാനോട് ഇവിടെ പറയാണ് ഗുഡ് ബൈ ഭൂട്ടാൻ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.